ഹായ് ഫ്രണ്ട്സ്, ഏതൊരു ബ്ലഡാണോ സിരകളിൽ കൂടി ഒഴുകുന്നത് ആ ബ്ലഡ് തിളച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ന് ചരിത്രം തെളിയിക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ 7ാം തലമുറയിൽപ്പെട്ട ചെറുമകളായ നൂർ ഇനായത്ത് ഖാൻ അവരുടെ ഓർമ്മക്കായി ഫ്രഞ്ച് തപാൽ വകുപ്പ് സ്റ്റാമ്പ് ഇറക്കി. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ നാസികൾക്കെതിരായ ഫ്രഞ്ച് പ്രതിരോധത്തിൽ പ്രവർത്തിച്ചതിനാണ് സ്റ്റാമ്പ്. ചെറുത്തുനിൽപ്പിലെ പ്രധാനികൾ എന്ന പേരിലുള്ള പരമ്പരയിലാണ് നൂറിൻ്റെ സ്റ്റാമ്പ് ഉൾപ്പെട്ടത്. ടിപ്പു സുൽത്താൻ്റെ പിൻഗാമിയും സൂഫി പണ്ഡിതനും സംഗീതജ്ഞനുമായ ഹസ്രത്ത് ഇനായത്ത് ഖാൻ്റെ മകളാണ് നൂർ ഇനായത്ത് ഖാൻ. 1940-ൽ നാസികൾ ഫ്രാൻസ് പിടിച്ചെടുത്തപ്പോൾ കുടുംബം ബ്രിട്ടനിലേക്ക് പോയി. അവിടെ വെച്ചാണ് നൂർ ബ്രിട്ടീഷ് വുമൻസ് ആക്സിലറി എയർഫോഴ്സിൽ ചേർന്നത്. 1943 ഫെബ്രുവരി 8-ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൽ ചേർന്നു. നാസികൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ ചാരവൃത്തി, അട്ടിമറി, നിരീക്ഷണം എന്നിവയായിരുന്നു പ്രവർത്തനങ്ങൾ. റേഡിയോ ഓപ്പറേറ്ററായിരുന്ന നൂറും സംഘവും 1943 ജൂണിൽ നാസി അധിനിവേശത്തിലുള്ള ഫ്രാൻസിൽ പ്രവേശിച്ചു. അധികം വൈകാതെ നാസി സൈന്യം അവരെ പിടികൂടി. കുപ്രസിദ്ധമായ ഡക്കാവു തടങ്കൽ പാളയത്തിലാണ് നൂറിനെ അടച്ചത്. അവിടെ വെച്ച് 1944 സെപ്റ്റംബർ 13-ന് നൂറിനെ വധിച്ചു. അന്ന് അവർക്ക് 30 വയസ്സും മാത്രമായിരുന്നു പ്രായം. 1949-ൽ ഫ്രാൻസും ബ്രിട്ടനും നൂറിന് ധീരതയ്ക്കുള്ള മരണാന്തര പുരസ്കാരം സമ്മാനിച്ചു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിൻ്റെ 80ാം വാർഷികത്തിലാണ് സ്റ്റാമ്പ് ഇറക്കിയത്.